സാമ്പത്തിക സംവരണത്തെ പറ്റി വലിയ ചർച്ച നടക്കുന്നു. അതിനെപ്പറ്റി സുപ്രീം കോടതിയിലെ പ്രകാശം പരത്തുന്നവർ പോലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒബിറ്റർഡിറ്റി ആണെന്നാലും അവരുടെ പലരും പറഞ്ഞത് വിധിന്യായമാണെന്ന് പറഞ്ഞു. വിധിന്യായമല്ല, വിധി പറയുന്നതിന്റെ ഇടയ്ക്ക് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒബിറ്റർ ആണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ്? സാമ്പത്തിക സംവരണം ആവശ്യമാണ്. പിന്നെ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തല്ലോ നമ്മൾ. 106 ഭേദഗതി അങ്ങനെയാണ്. ലോട്ടറി അടിച്ചാൽ തീരുന്നതാണ് പോവർട്ടി. ഞാൻ സാമ്പത്തിക സംവരണത്തിന് അർഹനായ മനുഷ്യനാണെങ്കിൽ തഹസിൽദാർ എന്റെ പേരെഴുതി പോയി, PSC ലിസ്റ്റിൽ വന്നു, ഞാൻ പരീക്ഷ എഴുതാൻ പോയി, പരീക്ഷ എഴുതി, നാളെ ഈ PSC ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനിരിക്കുകയാണ്, ഞാൻ സാമ്പത്തിക സംവരണത്തിന് അർഹനായ മനുഷ്യനാണ്, എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ മേൽത്തരം ജാതിയിൽപ്പെട്ട ആളാണ്, എൻ്റെ പൈസയൊന്നുമില്ല, പക്ഷേ ഇന്ന് രാത്രി ലോട്ടറി അടിച്ചാൽ എൻ്റെ സംവരണം തീർന്നു. ഏതെങ്കിലും ഒരു എൻ്റെ അളിയനോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ പേരിൽ 10 ലക്ഷം രൂപ എഴുതി വെച്ചാൽ എൻ്റെ സംവരണത്തിനുള്ള അവകാശം തീർന്നു. പിന്നെ എങ്ങനെയാണ് ഈ സാമ്പത്തിക സംവരണം ഇന്ത്യ നടപ്പാക്കുന്നത്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ബാങ്കിന് പുറത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അനുവദിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. എല്ലാവരും ബാങ്കിൽ കൂടെ പൈസ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കുക സ്റ്റേറ്റ് മെഷീനറി അല്ല. നിങ്ങൾ ദൈനംദിനമായി സാമ്പത്തികം തീരുമാനിക്കുന്നതിനുള്ള റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പീപ്പിൾ ക്യാൻ ഈവൻ അതർവൈസ് മോണിറ്ററി ട്രാൻസാക്ഷൻസ്, പണമിടപാട് നടത്താൻ പറ്റും. എങ്ങനെയാണ് സാമ്പത്തിക സംവരണം തീരുമാനിക്കുന്നത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസംബന്ധത്തിൽ നിന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടനാ ഭേദഗതി വരെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഈ ബോധ്യം ആളുകൾക്കില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഈ ബോധ്യമില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇത്രേ ഈ സമയത്തിനുള്ളിൽ പറയാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ മതപുസ്തകങ്ങളിൽ മൂല്യങ്ങൾ വായിച്ചെടുക്കുന്നത് പോലെ വായിച്ചെടുക്കേണ്ട ഒന്നല്ല വാസ്തവത്തിൽ ഭരണഘടന. ഭരണഘടന അതത് സമയത്ത് അമെൻഡ് ചെയ്യപ്പെടേണ്ടതാണ്. 106 ഭരണഘടനാ ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഭരണഘടനയുടെ നിർമ്മാണം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം എന്തായിരിക്കണം എന്ന വിഭാവനമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതൊരു സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അതിനകത്തെ വാക്കുകളും ഘടനകളും അതിന്റെ സ്ട്രക്ചറും ഒക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നവർക്ക് പാർട്ട് 3ഉം 4ഉം ഒക്കെ വെറുതെ വായിച്ചു നോക്കിയാൽ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇത്രയൊന്നും പുസ്തകം, ചെറിയ പുസ്തകമുള്ളൂ. ഞാൻ എൻ്റെ കുറച്ചുകൂടി ജുഡീഷ്യൽ പ്രീസിഡൻസ് ഒക്കെ ഉള്ള കണ്ടന്റ് ആയതുകൊണ്ട് ചെറിയ ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഈ കഴിഞ്ഞ ദിവസം പൊക്കി കാണിച്ച പോക്കറ്റ് എഡിഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ ഗോപാൽ സാർ ഡിസൈൻ ചെയ്ത പോക്കറ്റ് എഡിഷൻ കുറച്ച് രൂപ, 200 രൂപയോ 100 രൂപയോ ഉള്ളൂ. വായിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് വായിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അയാളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാമെന്നോ, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷവും രാവിലെ 6 മണിക്ക് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ സ്ത്രീകൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും ഭരണഘടന പറഞ്ഞിട്ടില്ല. DK ബസുവിനെ അറസ്റ്റ് ചെയ്ത കേസിൽ DK ബസു അത് ചോദ്യം ചെയ്ത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനെതിരായിട്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ പോയപ്പോൾ കൽക്കട്ട ഹൈക്കോടതി പറയുകയും സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്ത DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിലെ വിധിന്യായം വേണ്ടി വന്നു. അറസ്റ്റ് എങ്ങനെയാണ് ഒരു പൗരനെ ചെയ്യേണ്ടത്, അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം തടയാൻ ഭരണഘടനയിൽ ഒന്നുമില്ല. ഭരണഘടന അതേപ്പറ്റി മിണ്ടുന്നു പോലുമില്ല. കാരണം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ IPC ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സുപ്രീം കോടതി വിശാഖ കേസിൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ പ്രത്യേക നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞ് പാർലമെന്റിനോട് നിയമം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഉഴപ്പിയപ്പോൾ വിശാഖ കേസിലെ വിധിന്യായം ഒരു ഗൈഡ് ലൈനായി ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളും, ഇന്ത്യയിലുള്ള എല്ലാ ഓഫീസുകളും, എല്ലാ വ്യക്തികളും ഏതെങ്കിലും തരത്തിലൊരു എൻറ്റിറ്റി നടത്തുന്ന സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവർക്കെല്ലാം വിശാഖ കേസിലെ ഗൈഡ് ലൈൻ ബാധകമാണെന്ന് പറയുകയും പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നത് വരെ ഇന്ത്യയിലെ നിയമം ഇതായിരിക്കുമെന്ന് പറയുകയും ചെയ്തു സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട്. ആർട്ടിക്കിൾ 141 അനുസരിച്ചും 142 അനുസരിച്ചും നിയമം നടപ്പാക്കിയാൽ നീതി ലഭ്യമാകില്ല എങ്കിൽ നീതി ലഭ്യമാക്കാൻ വേണ്ടി നിയമം നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ നിയമം ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം, നിർമ്മിക്കുകയല്ല ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതി അത് എപ്പോഴാണ് ചെയ്യുക? പാർലമെന്റിനോട് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഇന്നതുപോലെ നിയമം ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ പറയാൻ സുപ്രീം കോടതിക്ക് പറ്റും. അപ്പൊ തൽക്കാലം ഒരു ഇന്റർഅഗ്നം പീരീഡിൽ ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് നിങ്ങൾ നിയമം നിർമ്മിക്കുന്നതുവരെ ഇതായിരിക്കും നിയമം എന്ന് സുപ്രീം കോടതി പറയുകയുണ്ട്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ജനാധിപത്യ സ്വഭാവത്തിൽ കാണുന്ന ഒട്ടുമിക്ക നിയമങ്ങളും. ജനപ്രാതിനിധ്യ നിയമം, പീപ്പിൾസ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ട് അല്ലെ?
ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കും, MP-മാരെ MLA-മാരെയൊക്കെ അയക്കുമ്പോൾ ക്രിമിനലുകൾ പാടില്ല, അല്ലെങ്കിൽ അവരെത്ര കേസിൽ പ്രതിയാണെന്നുള്ള ലിസ്റ്റ് കൊടുക്കണം. ഇതൊക്കെ ആരാ പറഞ്ഞത്? പാർലമെന്റാണോ? ഇലക്ഷൻ കമ്മീഷനാണോ? അല്ല, സുപ്രീം കോടതിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? മൗലികാവകാശം പാലിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എവിടുന്നാണ് ഇത് പറയുന്നത്? ഇത് ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചതല്ല. എന്നിട്ട് പറയുന്നത് ഇത് ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കേണ്ടതെന്ന് പറയും. നാളെ വേറെ കുറച്ച് ജഡ്ജിമാരിരുന്നിട്ടേ 10 കൊല്ലം റേപ്പ് കേസിൽ പ്രതിയായ ഒരാൾക്ക് ഇലക്ഷൻ മത്സരിക്കുന്നതിന് കുഴപ്പമില്ല, വേണമെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും പ്രദേശത്തെ ഹോം മിനിസ്റ്റർ ആവുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അങ്ങനെയും വായിച്ചൂടെ ഭരണഘടനയിൽ? എല്ലാവർക്കും തുല്യ അവകാശമല്ലേ? ഒരാൾ റേപ്പ് കേസിൽ അകത്തായി എന്നതുകൊണ്ടോ, ശിക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ടോ, കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ടോ, ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്നു കഴിയുമ്പോൾ അയാളും നമ്മൾ ഒരുപോലെയല്ലേ? ആണ്. അയാൾക്ക് ചിലപ്പോൾ ഈ ഇതൊക്കെ കിട്ടും, ചെറിയ ഇളവൊക്കെ കിട്ടും. നമ്മുടെ കിർമാണിക്കും കൊടിക്കും ഒക്കെ കിട്ടുന്ന പോലത്തെ ചില ഇളവുകളൊക്കെ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഇലക്ഷൻ മത്സരിച്ചൂടെ? പറ്റും. കാരണം ജയിലിൽ കിടക്കുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുമല്ലോ. അവർക്കും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുണ്ട്, അവർക്ക് മറ്റ് അവകാശങ്ങളൊക്കെ ഉണ്ട്. ജയിലിൽ കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജുഡീഷ്യൽ പ്രോസസ്സിനകത്ത് ഇരിക്കുന്ന ജഡ്ജിമാരുടെ വ്യക്തിനിഷ്ഠമായ നീതിബോധത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമ്മുടെ ഭരണഘടന ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. നിങ്ങളൊക്കെ കേൾക്കാറുണ്ടാവും വക്കീലുമാർ സാധാരണ പറയുന്നത്, ഇന്ന കേസിൽ വിധി വരാൻ പോകുന്നു, ഇന്നയാളുടെ അടുത്താണ് തള്ളും, അല്ലെങ്കിൽ ഇന്നയാളുടെ അടുത്താണ് പണി കിട്ടും, ഇല്ലേ? നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ ചില ജഡ്ജിമാരെ പറ്റി നമ്മൾ പറയും, അദ്ദേഹത്തിൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഹൈക്കോടതി ജഡ്ജിമാർക്കോ സുപ്രീം കോടതി ജഡ്ജിമാർക്കോ പ്രത്യേകമായ അധികാരങ്ങളോ അവകാശങ്ങളോ കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതിക്ക് കൊടുത്ത അധികാരം എങ്ങനെ ഉപയോഗിക്കണം? സുപ്രീം കോടതിയിലെ 40 ജഡ്ജിമാരുണ്ടെങ്കിൽ 40 പേരും കൂടി ഒരു മുറിയിലിരുന്ന് കേസ് കേട്ട് തീരുമാനമെടുക്കണം. US സുപ്രീം കോർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതത് കോടതികൾക്ക് കിട്ടിയ അധികാരം എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഒരു കേസ് കേൾക്കുകയാണ്. ആ കേസ് കേൾക്കുമ്പോൾ ഈ ബെഞ്ചിലിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ജഡ്ജിമാരാണെങ്കിൽ, നിങ്ങളൊരു കേസ് വാദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായങ്ങൾ തമ്മിൽ മാറ്റരയ്ക്കും. ചിലപ്പോൾ രഹസ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തെ മുറിയിലായിരിക്കും, ചിലപ്പോൾ ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും. ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ഞാൻ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഇദ്ദേഹത്തിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്, മാഡത്തിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്, സാറിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. ഓരോരുത്തരും വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അറിവും അനുഭവവും ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ഇൻപുട്ട് പങ്കുവയ്ക്കും. നമ്മൾക്ക് വേറെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും. ഈ അഭിപ്രായങ്ങൾ തമ്മിൽ മാറ്റൊരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഇദ്ദേഹം പറയുന്നതാണ് ശരി, ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. അല്ലെ ഇദ്ദേഹത്തിന് തോന്നും ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി. ശരിയാണല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതാണ് ജുഡീഷ്യൽ പ്രോസസ്സ്. അവസാനം വിധി എങ്ങനെ വരും? ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരേ അഭിപ്രായം പറയും, ചിലപ്പോൾ ഇതിൽ 2 പേര് വേറൊരു അഭിപ്രായം പറയും, ചിലപ്പോൾ 3 പേര് വേറെ. ഭൂരിപക്ഷ അഭിപ്രായം വിധിയായിട്ട് പുറത്തു വരും. ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമോ അതും ആ വിധിയിലുണ്ടാവും. എന്താ കാര്യം? ആ ലോജിക്കും ജനം അറിയണം. ജനം ഇത് വായിക്കുമല്ലോ. ചിലപ്പോൾ ഇന്ന് ന്യൂനപക്ഷം ജഡ്ജിമാരെഴുതിയ അഭിപ്രായമായിരിക്കും നാളെ ഭൂരിപക്ഷം ജഡ്ജിമാരുടെ അഭിപ്രായം. അപ്പോൾ അത് വിധിയായി മാറും, നിയമമായി മാറും. ഇതാണ് ജുഡീഷ്യൽ പ്രോസസ്സ്. പക്ഷെ ഇന്നിപ്പോൾ എങ്ങനെയാണ്? 2 പേര് എല്ലാ 25 മുറി ഉണ്ടെങ്കിൽ 50 പേര് 2 പേരായിട്ടിരിക്കും. ഈ ബെഞ്ചിൽ നിന്ന് ഒരു അഭിപ്രായം പറയും, മറ്റേ ബെഞ്ചിൽ നിന്ന് വേറെ അഭിപ്രായം പറയും. ഇത് 2 അല്ലാതെ 4 പേര് 5 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ വേറെ അഭിപ്രായം പറയും. ഈ 5 പേര് കഴിഞ്ഞിട്ട് 7 പേര് ഇരിക്കുമ്പോൾ വേറെ അഭിപ്രായം പറയും. ഈ ആളുകൾ ആരിയ്ക്കുന്നു എന്നുള്ളതാണ് വിധിയുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങളോ അല്ല. ഭരണഘടനയുടെ മൂല്യങ്ങൾ എങ്ങനെയാണ് ജുഡീഷ്യറിയിലെ ജഡ്ജിമാർ സ്വാംശീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിധിയുടെ മാനദണ്ഡം. ലഘുവായി പറഞ്ഞാൽ എല്ലാവർക്കും അവസര സമത്വവും തുല്യതയും വേണം എന്ന് എഴുതി വെച്ച ഭരണഘടനയുടെ കീഴിലിരുന്ന് സംസ്ഥാനത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കുള്ള ചില പ്രത്യേക ക്ഷേത്രങ്ങളിലേക്കുള്ള പൂജാരിമാരുടെ നിയമനത്തിന് ഒരു പ്രത്യേക ജാതിയിൽ നിന്നുള്ള മലയാള ബ്രാഹ്മിൻസ് വേണം എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ നിയമന ചട്ടത്തിൽ ഉള്ളൊരു വ്യവസ്ഥയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താ? എല്ലാവർക്കും തുല്യാവകാശം വേണം. ആർക്ക്? എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചായക്കട നടത്തുന്ന ആൾക്കും പൂജാരിയാവാൻ പഠിച്ച ആൾക്കും തുല്യ അവസരമാണോ? അല്ല, അങ്ങനെ പറയുന്നില്ല.
തുല്യർ തമ്മിലുള്ള തുല്യത എന്ന് 54-ലെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. അതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത് തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യത അല്ല. തുല്യർ തമ്മിൽ തുല്യത വേണം. തുല്യരല്ലാത്തവർ തമ്മിൽ തുല്യത പറ്റില്ല. ഒരു ടെൻഡറിൽ പങ്കെടുത്ത രണ്ടുപേര് തമ്മിലുള്ളത് പോലെയാണ് ആ ടെൻഡറിൽ പങ്കെടുക്കാത്ത മൂന്നാമത്തെ ആളല്ല. പരീക്ഷ എഴുതിയ ആളുകൾ തമ്മിലുള്ള തുല്യത പോലെയാണോ പരീക്ഷ എഴുതാത്ത ആളല്ല. തുല്യർ തമ്മിലുള്ള തുല്യതയിൽ പൂജാകർമ്മം നിർവഹിക്കാൻ പഠിച്ചിട്ടുള്ള, അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള രണ്ടുപേർ. അതിലൊരാൾ മലയാള ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, മറ്റൊരാൾ ആ സമുദായത്തിൽപ്പെട്ട ഒരാളല്ല. രണ്ടുപേരും കൂടി സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ ആളെ ഈ കാരണം പറഞ്ഞ് ഈ നിയമം ചൂണ്ടിക്കാണിച്ച് തള്ളുന്നു. നമ്മൾ സാധാരണഗതിയിൽ എന്ത് വിചാരിക്കും? ഈ ചട്ടം, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതികൾ പറയുമെന്ന് വിചാരിക്കും. പക്ഷെ കേരള ഹൈക്കോടതി പറഞ്ഞത് ഇല്ല, യാതൊരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ രണ്ട് ജഡ്ജിമാർക്ക് ഇത് വായിച്ചപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും തോന്നിയില്ല. അതിനുള്ള ന്യായീകരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ എത്ര 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 റിഗ്രസീവായ വിധികൾ കോടതികളിൽ നിന്നുണ്ടാവുന്നു. എന്തുകൊണ്ടുണ്ടാവുന്നു? ആ ജഡ്ജിമാരുടെ നീതിബോധത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഭരണഘടനയെ വായിച്ചത് എന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വിധി ന്യായം പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം, ഒരു സമൂഹം എന്നുള്ളതിലേക്ക് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ഭാഗമായിട്ട് വേണോ ഭരണഘടനയെ വായിച്ചെടുക്കാൻ? സുപ്രീം കോടതി, ഹൈക്കോടതി നാളിൽ വരെ നിലനിന്നിരുന്ന വിധിന്യായങ്ങളിൽ നിന്ന് കിട്ടിയ അറിവും പാണ്ഡിത്യവും മൂല്യബോധവും സ്വാംശീകരിച്ച് ആ സ്വാംശീകരണത്തിൽ നിന്ന് വേണമോ ഭരണഘടനയെയും നിയമങ്ങളെയും വായിച്ചെടുക്കാൻ? അതോ ഇന്നലെ ആ സ്ഥാപനത്തിന്റെ ഭാഗമായി വന്ന, നാളെ റിട്ടയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമോ ഇന്ത്യയിലെ ഭരണഘടനയെ വായിച്ചെടുക്കാൻ? ഈ ചോദ്യം നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളോടും സമൂഹത്തോടും നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളോടും ചോദിക്കേണ്ട ഒന്നാണ്. ഇന്ന് നിലനിൽക്കുന്നത് വ്യക്തിനിഷ്ഠമായ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പേഴ്സ്പെക്റ്റീവ്സ് മാറുമ്പോൾ വിധി മാറും. ഒരു കാര്യം കൂടി പറയാം. അങ്ങനെ ആ പരിമിതമായിട്ടുള്ള അധികാരം ഇന്ത്യയിലെ ഏത് ഹൈക്കോടതി ജഡ്ജിക്കും കിട്ടുന്നു. കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിക്ക് ഇന്ത്യയിലെ പാർലമെന്റ് പാസാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം, സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം, ഭൂരിപക്ഷം എം പിമാരും ഒപ്പിട്ട് 500 എം പിമാരും ഒപ്പിട്ട് പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നു എന്ന് വിചാരിക്കുക. കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു സിംഗിൾ ജഡ്ജിക്ക് ആ നിയമം റദ്ദാക്കാം. ആർട്ടിക്കിൾ 13(2) പറയുന്നതനുസരിച്ച് എന്താ? ജുഡീഷ്യൽ റിവ്യൂ. കാരണം പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് തോന്നിയാൽ കോടതിക്ക് റദ്ദാക്കാം. ഇപ്പൊ നാളെ വഖഫ് ആക്ട് പാസാക്കുന്നു, പാർലമെന്റ് പാസാക്കുന്നു, കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് തോന്നുന്നത് അത് തെറ്റാണ്, റദ്ദാക്കാം. റദ്ദാക്കിയാൽ ആ നിയമം പോയി. ഈ പുതിയ 2 നിയമങ്ങൾ വന്നിട്ടുണ്ടല്ലോ, 2-3 നിയമങ്ങൾ, വായിക്കൊള്ളാത്ത ഹിന്ദി പേരുള്ള നിയമങ്ങളുണ്ട്. IPCയും CRPCയും പോയിട്ട് വന്ന നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇംഗ്ലീഷിൽ മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ, ഹിന്ദിയിൽ പറ്റില്ല, അതുകൊണ്ട് റദ്ദാക്കാമെന്ന് പറയാം. റദ്ദാവും. പാർലമെന്റിൽ സർക്കാരിന് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടോ എം പിമാർ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട്, ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് ഒന്നും ആ നിയമം നിലനിൽക്കില്ല. ഇതാണ് അപരിമിതമായിട്ടുള്ള അധികാരം, ഒരു ജുഡീഷ്യറിക്ക് കിട്ടുന്ന അധികാരം. ഇതിനപ്പുറത്തൊരു അധികാരമുണ്ട്, ഭരണഘടനാ ഭേദഗതിയും ഇങ്ങനെ റദ്ദാക്കാം. ജുഡീഷ്യറിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളെ സംബന്ധിച്ച് നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞ NJSC എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. പാർലമെന്റ് മാത്രമല്ല, പാർലമെന്റിന്റെ ഇരുസഭകൾ, രാജ്യസഭയും ലോക്സഭയും നിയമം പാസാക്കി. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തു. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ നിയമം പാസാക്കി, അവരുടെ നിയമനിർമ്മാണ സഭകളിൽ വെച്ച് പാസാക്കി. 24 25 നിയമനിർമ്മാണ സഭകൾ പാസാക്കി. ഇന്ത്യൻ പാർലമെന്റും പാസാക്കി. സുപ്രീം കോടതിയിലെ 5 പേര് പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, റദ്ദാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്ത് ജനാധിപത്യം? നമ്മൾ വോട്ട് ചെയ്ത ആളുകളാണോ വലുത്? എന്റെ ചോദ്യം അവിടെയല്ല. അങ്ങനെ അധികാരം കൊടുക്കുമ്പോൾ ജഡ്ജിമാർ ഏതു തരം ഭരണഘടനാ മൂല്യങ്ങളിലൂടെയാണ് അവരവരുടെ സ്ഥാനത്ത് വന്നത് എന്ന പരിശോധന സാധ്യമാകണമല്ലോ. കാരണം ഭരണഘടനയെപ്പറ്റി നല്ല ജ്ഞാനവും അവബോധവും അറിവും പാണ്ഡിത്യവും മൂല്യബോധവും ഒക്കെ ഉള്ള ആളുകളാണ് സാധാരണഗതിയിൽ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് വരുന്നത്. സാഹിത്യ അക്കാദമിയിൽ നാളെ തൂപ്പുകാരിയെ വെക്കണമെങ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ വേണം, വേണ്ടേ? വേണമെന്നാണ് എൻ്റെ അറിവ്. അല്ല, വെക്കോ, താൽക്കാലികമായി വെക്കോ ഇല്ല എന്നുള്ളതല്ല. ഒരു പെർമനന്റ് പോസ്റ്റ് വെക്കണമെങ്കിൽ സർക്കാരിന്റെ ശമ്പളം, പണ്ടത്തെ ഇതിൽ പറഞ്ഞാൽ
ശ്രീപത്മനാഭന്റെ ചക്രം കിട്ടണമെങ്കിൽ എന്ത് വേണം? സർക്കാർ ഓർഡർ അടിച്ച് പോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സുതാര്യമായ പ്രക്രിയ വേണം. ഹൈക്കോടതി ജഡ്ജിമാരെയോ സുപ്രീം കോടതി ജഡ്ജിമാരെയോ നിയമിക്കുന്നതിന് ടെസ്റ്റോ ഇന്റർവ്യൂയോ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? PSC, UPSC ഇവരോടൊക്കെ എല്ലാ ദിവസവും കോടതികൾ കയർക്കുകയാണ്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത് ശരിയായില്ല, മാർക്ക് ഇട്ടത് ശരിയായില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. ആരാ പറയുന്നത്? നാളെ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കൊളീജിയത്തിനും ഇന്നയാളെ ജഡ്ജിയാക്കാൻ തീരുമാനിച്ചാൽ രാവിലെ ഫോൺ വിളിച്ച് പറയും, ഉച്ചയ്ക്ക് വരും. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പേരിന് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. മുമ്പ് അതുപോലും ഉണ്ടായി, സുതാര്യമായ പ്രക്രിയ പോലും ഉണ്ടായിരുന്നു. ജഡ്ജിയോ ഈ ജഡ്ജിയായി വരുന്നയാൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭരണഘടന വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ആ ജഡ്ജി തന്റെ നിയമന പ്രക്രിയയിൽ എവിടെയും നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങളിലൊന്നാണ്. ഞാൻ 1% പോലും അതിശയോക്തിയല്ല പറഞ്ഞു, 1% പോലും. ഇന്ത്യയിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികളിലിരിക്കുന്ന ജഡ്ജിമാരാരും ഭരണഘടന പൂർണ്ണമായി വായിച്ചോ അത് മനസ്സിലാക്കിയോ അതിന്റെ മൂല്യബോധം അനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുന്നവരാണോ എന്ന ഒരു ചോദ്യം, വെറുതെ ആണെങ്കിലും ഒരു അഫിഡവിറ്റ്, ഞാൻ എൻ്റെ ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ഇതിന്റെ മൂല്യബോധങ്ങളൊക്കെ എനിക്കറിയാം, ഇല്ല. അവരാണ് ഈ ഭരണഘടന നടപ്പാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതും ഈ കാലയളവ് വരെ സത്യത്തിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ നടപ്പാക്കി. പക്ഷെ ഇനി അങ്ങോട്ട് അത് പ്രതീക്ഷിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഒരു പബ്ലിക് സ്ക്രൂട്ടിനിയിൽ നിന്ന് പുറത്തു നിൽക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് ഞാൻ തൽക്കാലം ഭരണഘടനയുടെ ജനനം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇന്ത്യ ആയിരിക്കണം നമ്മുടേത് എന്ന ആശയ രൂപീകരണത്തിൽ നിന്നായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ, ഇതാണല്ലോ ഭരണഘടനയെ ഉണ്ടാക്കിയത്. മലയാളത്തിൽ ഭരണഘടന കിട്ടാനില്ല, നിങ്ങൾക്കറിയാമോ? ഈ അടുത്ത കാലത്തെങ്ങാണ്ട് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ, അതാണ് ഭരണഘടനയെ മനസ്സിലാക്കാനുള്ള ഏക ഡോക്യുമെന്റ്. ആളുകൾക്ക് ലഭ്യമാവും വിധം ഒരു പുസ്തകമായി പോലും നാളിതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒറ്റ MLA വീട്ടിൽ കാണില്ല ഈ സാധനം. ചോദിച്ചു നോക്കി, പഞ്ചായത്തിലുണ്ടോന്ന് പിന്നെ നമ്മൾ MLA കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. MP-മാരുടെ ഓഫീസിൽ പോലും ഇല്ല, MP-മാരുടെ ഡൽഹിയിലെ ഓഫീസിൽ പോലും ഇല്ല, കോടതികളിൽ ഇല്ലേ ഇല്ല. 10 വർഷം മുമ്പ് ഒരു കേസ് വാദിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചപ്പോൾ ജഡ്ജി ചോദിച്ചു, തർക്കമുണ്ടായി, ഒരു നിയമത്തെ സംബന്ധിച്ച് തർക്കമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേപ്പറ്റി എന്ത് പറയും നോക്കാം നമുക്ക്. കേരള ഹൈക്കോടതി, ഞാനാണ് അപ്പിയർ ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പറഞ്ഞു. എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് അറിയാമല്ലേ, ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 2 സൈഡിൽ പുസ്തകങ്ങൾ ഇങ്ങനെ നിറച്ചിരിപ്പുണ്ടാവും. അപ്പൊ ഏത് പുസ്തകം ചോദിച്ചാലും ജഡ്ജി ചോദിച്ചാൽ അപ്പം തന്നെ എടുത്തു കൊടുക്കും. ആ കൈ അകലത്തിൽ സൂക്ഷിക്കണം എന്നാണ്, ഏത് നിയമ പുസ്തകമായാലും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി അവിടെ ഇല്ല. എന്താ കാര്യം? ഒരു കോടതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കേണ്ടി വരാറില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടിട്ടുള്ളൊരു വാദമില്ല. ഏതെങ്കിലും ഒരു ചട്ടത്തിൽ, ഏതെങ്കിലും ഒരു നിയമത്തിൽ, ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഒക്കെ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അത് സാധിച്ചില്ല, വില്ലേജ് ഓഫീസർ, കളക്ടർ, പഞ്ചായത്ത്, അവരെ ഇവര് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇതാണ് വാദം. 99% കേസുകളും, 100 കേസ് എടുത്താൽ കേരള ഹൈക്കോടതിയിൽ 99% കേസും ഇതാണ് തർക്കം. അതിർത്തി പാലിച്ചില്ല, അല്ലെങ്കിൽ നിയമനത്തിൽ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ചട്ടങ്ങൾ വെച്ചിട്ടുള്ള കളിയാണ്. ഈ ഡേ ടു ഡേ അഫെയറിലുള്ള പൗരന്മാരുടെ പെറ്റി കേസുകൾ, അതിലൊക്കെ മൗലികാവകാശ ലംഘനം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൺസിഡറിംഗ് ദ ലാർജർ ഇഷ്യൂസ് ദാറ്റ് വി ആർ ഫേസിംഗ്, ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ആളുകളുടെ തമ്മിലിടിയിൽ ഉള്ള കേസുകൾ കേൾക്കുന്ന കോടതികളിൽ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിന് വലിയ പ്രസക്തിയില്ല. ഇത് വളരെ ഗൗരവമായ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഭരണഘടന നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടനയായിരുന്ന ചോദ്യത്തിന് ഉത്തരം, താങ്ക്സ് ടു ലിറ്റിഗൻസ്. ഈ ഭരണഘടനയിലെ അവകാശങ്ങൾ എനിക്കുണ്ടെന്നും അത് ലംഘിക്കാൻ ഈ സർക്കാരിന് അവകാശമില്ലെന്നും ഞാനും ഈ സർക്കാരും ഒരേ അവകാശമുള്ള 2 വ്യക്തികളാണെന്നും എനിക്ക് ചെയ്തു തരേണ്ട, ഭരണഘടന പറയുന്ന ചെയ്തു തരേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുള്ള അധികാരമാണ് സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കിയ കുറച്ച് പേർ കോടതികളിൽ പോയി നേടിയെടുത്തതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മുഴുവൻ സ്വാതന്ത്ര്യം. അല്ലാതെ ആരുടെയും ഔദാര്യമല്ല, ആരും കണ്ടറിഞ്ഞ് ചെയ്തു തന്നതുമല്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന NREGA ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജനാധിപത്യ നിയമങ്ങൾ മുഴുവൻ ഏതെങ്കിലും വ്യക്തി മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് കോടതികളിൽ പോയി കോടതികളിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിച്ച് സർക്കാരുകൾക്കും പാർലമെന്റിനും ഗതികെട്ട് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വന്ന നിയമങ്ങളാണ്.
ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അടച്ചൊന്നുമല്ല എന്ന് പറയുന്നത്. അതിനകത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്, സംഗതികൾ കൊണ്ട് ഇല്ലെന്നല്ല. നമ്മൾ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ ഏത് മേഖലയിലെ നിയമങ്ങൾ, ലേബർ നിയമങ്ങൾ എടുത്തോളൂ, സമരം ചെയ്തും കോടതിയിൽ പോയി ഉണ്ടാക്കിയതാണ്. ലേബർ നിയമത്തിന് മാത്രമാണ് കോടതിയിൽ പോകാതെ സമരം ചെയ്തുണ്ടാക്കിയ ഒരു പാരമ്പര്യം അവകാശപ്പെടാണ്. ഇന്റർനാഷണൽ കൺവെൻഷനുകളിൽ ഒപ്പിട്ടതിന്റെ പേരിൽ ഗതികെട്ട് പാസാക്കിയതാണ് ഇന്ത്യയിലെ എല്ലാ പരിസ്ഥിതി നിയമങ്ങളും. മനുഷ്യത്വപരമായ നിയമങ്ങൾ, മനുഷ്യാവകാശ നിയമങ്ങൾ മുഴുവനും ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് തിരിച്ചങ്ങോട്ട് അടുത്ത മീറ്റിംഗിന് പോകുമ്പോൾ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് ചുട്ടെടുക്കുന്നതാണ് ഈ നിയമങ്ങൾ. ആളുകൾക്ക് മൗലികാവകാശം, ഭരണഘടനാ അവകാശം, സിവിൽ അവകാശങ്ങൾ തുടങ്ങി സ്റ്റാറ്റ്യൂട്ടറി അവകാശങ്ങൾ തുടങ്ങിയ അവകാശങ്ങൾ വ്യത്യസ്ത തരം ഏതൊക്കെ ഉണ്ട് എന്ന് പോലും മനസ്സിലാവാത്തത് കൊണ്ട് ആളുകൾ പലരും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളിൽ പോകുന്നില്ല. മറ്റൊരു ദിവസം ജുഡീഷ്യൽ പ്രീസെന്ററികളെ സംബന്ധിച്ച്, ഞാനിപ്പോൾ ഇതിന്റെ ജനനവും ഇതിന്റെ എവല്യൂഷനും മാത്രമാണ്, അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സംഗതി മാത്രമാണ് എന്ന് പറഞ്ഞത്. ഈ ഇവല്യൂഷണറി പ്രോസസ് നടക്കുന്നത് വാസ്തവത്തിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമല്ല, ജുഡീഷ്യൽ പ്രീസിഡന്റുകളിലൂടെ കൂടിയാണ്. ഭരണഘടനാ ഭേദഗതികൾ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളെ പറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയായിരുന്നു. 52ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മൾ ആന്റി ഡിഫെക്ഷൻ, ഒരാള് ജയിച്ചതിന് ശേഷം പാർട്ടി മാറിയാൽ, ഞാൻ ഇവിടുന്ന് ജയിക്കുന്ന ഒരു പാർട്ടിയുടെ പേര്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയിൽ മാറും, വോട്ട് ചെയ്ത ആളുകളെ പറ്റിക്കുന്നു, ആന്റി ഡിഫെക്ഷൻ നിയമം ഉള്ളതുകൊണ്ട് എന്നെ പുറത്താക്കാം, അല്ലേ? അത് കൊണ്ടുവരുന്ന എപ്പോഴാണ്? നിരന്തരമായി ആളുകൾ ഈ ചാട്ടം, ആയാറാം ഗയാറാം എന്ന സ്ഥിതി വന്നപ്പോഴാണ് ഈ നിയമം വരുന്നത്. 61 ഭരണഘടനാ ഭേദഗതിയിലാണ് വോട്ടിംഗ് ഏജ് 18 കുറയ്ക്കുന്നത്. 73 ഭരണഘടനാ ഭേദഗതി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ഭരണഘടനാ ഭേദഗതി. അതിലൂടെയാണ് പഞ്ചായത്ത് രാജ് അധികാരങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊരു വരി പറയാം. 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്, പാർലമെന്റും സംസ്ഥാന നിയമനിർമ്മാണ സഭകളും കൂടി കുറെ വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കിയും നടപ്പാക്കിയും നമ്മൾ പരാജയപ്പെട്ടു, എവിടെയും എത്തിയില്ല, ഇത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിർവഹിക്കില്ല. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ ഇനി ഗ്രാമപഞ്ചായത്തുകൾ വേണം നിയമം നിർമ്മിക്കാനും നടപ്പാക്കാനും. അതുകൊണ്ട് ചില സബ്ജക്റ്റുകൾ പാർലമെന്റിൽ നിന്നും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ നിന്നും എടുത്ത് പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണ്. അതാണ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിലെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള, നിയമം നിർമ്മിക്കാനുള്ള അവകാശങ്ങൾ പഞ്ചായത്തുകൾക്ക് കൊടുത്തു. പക്ഷെ അത് ആ ഭരണഘടനാ ഭേദഗതിയിൽ ഉപയോഗിച്ച വാചകം എന്താണെന്നറിയോ? ഈ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ ചില വിഷയങ്ങൾ, അവർക്ക് തോന്നുന്ന വിഷയങ്ങൾ, ഗുണമെന്ന് കരുതുന്ന വിഷയങ്ങൾ അതത് പഞ്ചായത്തുകൾക്ക് നിയമനിർമ്മാണ അവകാശം വിട്ടുകൊടുക്കേണ്ടതാണ്. വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇത് മുഴുവൻ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം ഈ വിഷയങ്ങളിൽ പഞ്ചായത്തുകൾക്ക് അധികാരം കൈമാറണോ വേണ്ടയോ എന്ന്. ആരെങ്കിലും കൈമാറുമോ? കൈമാറിയോ? കുറച്ചുപേര് കൈമാറി. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്തും കേരളത്തിലൊക്കെ CPM-ന്റെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ മാറി. ഇന്ന് പഞ്ചായത്ത് രാജ് അവകാശങ്ങൾ മുഴുവൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് പഞ്ചായത്തുകളുടെ അവകാശങ്ങൾ തിരിച്ചു പോവുകയാണ്. പ്രധാനപ്പെട്ട മേഖലകളിലെ നിയമനിർമ്മാണം പഞ്ചായത്തുകളല്ല ചെയ്യുന്നത്. ഒറ്റ ഉദാഹരണം പറയാം. മണ്ണ് സംരക്ഷണവും കൃഷിയും 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തുകൾ നിയമം നിർമ്മിക്കേണ്ട മേഖലയാണ്. ഇന്ന് മണ്ണിടിച്ചിൽ നടന്ന വയനാട്ടിലെ പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്തിലെ മണ്ണ് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിന്റെ അധികാരത്തോടൊപ്പമുള്ള ഉത്തരവാദിത്വം, എല്ലാ അധികാരവും ഉത്തരവാദിത്വം പഞ്ചായത്തിനായിരുന്നു ലഭ്യമായിരുന്നെങ്കിൽ ജിയോളജിയുടെ ഒരു കഷ്ണം കടലാസ് കൊണ്ടോ പെർമിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഗതി കൊണ്ടോ പോയാൽ അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റില്ല. അത് ആ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമായി തുടർച്ചയായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉറപ്പാക്കപ്പെടും. ആരെവിടെ വീട് വെക്കണമെന്ന് മണ്ണ് സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തുന്ന പഞ്ചായത്തുകൾ തീരുമാനിക്കും. പുഴ, ഫ്ലഡ് പ്ലെയിൻ, ഇതൊക്കെ തീരുമാനിക്കപ്പെടും. അധികാരം കൊടുക്കുന്നതിലൂടെ പൈസയും കൊടുക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. അധികാരം മാത്രം കൊടുക്കുകയാണെങ്കിൽ സർക്കാർ പറയും ഇതൊക്കെ നിങ്ങൾ ചെയ്തോന്ന് പറയും. ഈ നിയമങ്ങൾ നടപ്പാക്കാനുള്ള പൈസയും കൂടെ കൊടുക്കണം. അത് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന ഈ അധികാരം കൈമാറണ്ട എന്ന് തീരുമാനിച്ച് സ്റ്റേറ്റുകളിൽ തന്നെ നിക്ഷിപ്തമാക്കി. ഭരണഘടന നടപ്പാക്കുന്നില്ലെങ്കിൽ ആരെ കുറ്റം പറയും? യാതൊരു കണ്ടീഷണൽ ക്ലോസോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ സ്റ്റേറ്റുകൾക്കില്ല. 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST വന്നിരിക്കുന്നത്. അപ്പൊ ഈ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. അങ്ങനെയാണ് ഇന്ത്യ. 1ാം ആർട്ടിക്കിൾ പറയുന്ന പോലെ ഇന്ത്യ ഓർ ഭാരത് എന്ന് പറയുന്നത്
യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായ അധികാരങ്ങൾ കൊടുത്തിട്ടില്ല. പല സംസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു യൂണിയൻ. അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നതിന്റെ വാസ്തവത്തിൽ തെറ്റാണ്. യൂണിയൻ ഗവൺമെന്റ് എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം യൂണിയൻ എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. ഈ 8ാം ക്ലാസ്സിൽ സിവിക്സ് പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഏതാ? രാജ്യസഭ. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ് ലോക്സഭ. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ജനാധിപത്യ ബോധമനുസരിച്ച് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ആളാണ് ഉദ്യോഗസ്ഥരെക്കാളും മറ്റു പല ആളുകളെക്കാളും ജനാധിപത്യത്തിൽ പവർ ഉണ്ടായിരിക്കേണ്ട ആൾ, അല്ലെങ്കിൽ അധികാരമുള്ള ആളെന്നാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. നേരിട്ട് ജനാധിപത്യം തെരഞ്ഞെടുക്കുന്ന MP, ഈ MP എവിടെയാണ് പോയിരിക്കുന്നത്? എവിടെയാണ്? ലോവർ ഹൗസ്. അപ്പർ ഹൗസിൽ ആരായിരിക്കുന്നത്? ആരാണ് രാജ്യസഭയിൽ മെമ്പറായിട്ടിരിക്കുന്നത്? ആരുടെ നോമിനി? അതെ, മറ്റൊരു ആൻസർ ഞാൻ കേട്ടു. രാജ്യസഭയിൽ നോമിനികളാണ് ഇരിക്കുന്നത്. ആരുടെ നോമിനി? ഞാൻ 2-3 സദസ്സുകളിൽ ഈ ചോദ്യം ചോദിച്ചു. അവരെല്ലാം പറഞ്ഞ ആൻസർ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനി എന്നാണ്. കാരണം എന്താ? നമ്മൾ കേൾക്കുന്ന എങ്ങനെയാണല്ലോ, CPM ഇന്നയാളെ നോമിനേറ്റ് ചെയ്തു, CPI ഇന്നയാളെ നോമിനേറ്റ് ചെയ്തു, കേരള കോൺഗ്രസ് ഇന്നയാളെ നോമിനേറ്റ് ചെയ്തു, കോൺഗ്രസ് ഇന്നയാളെ നോമിനേറ്റ് ചെയ്തു, മുസ്ലിം ലീഗ് ഇന്നയാളെ നോമിനേറ്റ് ചെയ്തു. ഇതിൽ താഴെ പറയുന്ന ആളുകൾ രാജ്യസഭാ മെമ്പറായി തെരഞ്ഞെടുത്തു, മുകളിലോട്ട് പോയി. ഇതിലെവിടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇതിലെവിടെയാണ് ഈ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ഉള്ളത്? അത് പാർട്ടിയുടെ നേതാവ് തീരുമാനിക്കും, അത്രേ ഉള്ളൂ. സംസ്ഥാനങ്ങളുടെ നോമിനിയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ നോമിനിയാണ്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ ഒരു വശത്തും റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റ് മറുവശത്തും. അതുകൊണ്ടാണ് രാജ്യസഭ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ആണ്. സ്റ്റേറ്റുകൾക്കാണ് ജനങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യൻ യൂണിയനിൽ അധികാരം. അതുകൊണ്ട് സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേറ്റീവ് ആണ് മുകളിലിരിക്കുക. എൻ്റെ ടീച്ചറും എൻ്റെ അച്ഛനും എന്നോട് അന്ന് പറഞ്ഞത്, ഈ പാർലമെന്റ് വലിയ കെട്ടിടമാണല്ലോ, മുകളിൽ രാജ്യസഭയും താഴെ ലോക്സഭയും നടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്ന് പറഞ്ഞു. കാരണം ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും എന്ന് വിളിച്ചത് എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല. സ്റ്റേറ്റുകൾക്കാണ് പരമാവധി. ആദ്യത്തെ ഫസ്റ്റ് ചോയ്സ് അവർക്കാണ്. സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേറ്റീവ്സിന് എന്താ പണി? നിയമനിർമ്മാണത്തിൽ എന്താ പണി? പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, ലോക്സഭ ഉണ്ടല്ലോ, അവിടെ നിയമം നിർമ്മിക്കാമല്ലോ. എന്താ പിന്നെ രാജ്യസഭയ്ക്ക് പണി? എന്തായാലും എന്തിനാണ് ഈ 2 എണ്ണം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പവർ സെൻട്രിസിസമാണ് ഒരു രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും സാധ്യതയുള്ള സമയം. അധികാരം എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചാൽ അത് അവസാനം ആ രാജ്യം ഇല്ലാതാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് നശിക്കുകയുള്ളൂ. ജനാധിപത്യം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ അധികാര കേന്ദ്രീകരണത്തെ തടയുക? ഈ റൂമിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കാനില്ല. ഒരു 10 പഴംപൊരി ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും വേണം. എന്ത് ചെയ്യും? ഒരു കഷ്ണമെങ്കിലും കിട്ടണമല്ലോ എല്ലാവർക്കും. ഇവരെ മാത്രം ചുമതലപ്പെടുത്തിയാൽ ആദ്യം ഇവർക്ക് കിട്ടും. എന്ത് ചെയ്യും? ഇവർ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഈ 2 റോയിലിരിക്കുന്ന ആളുകളുടെയും കൂടി ഒപ്പിട്ടാലേ ഈ പഴംപൊരി ഒരാൾക്ക് കഴിക്കാൻ പറ്റൂ എന്ന് വന്നാൽ ഓരോ 2 റോയ്ക്കും ഒരു പഴംപൊരി വെച്ചെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒരു കഷ്ണമെങ്കിലും കിട്ടും, അല്ലേ? ആ തീരുമാനിക്കുന്നതിനകത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പ് വേണം എന്ന് തീരുമാനിച്ചാലോ? അല്ലെങ്കിൽ 2 റോയിലിരിക്കുന്ന ആളുടെ കാര്യം പറയാൻ ഇങ്ങേറ്റത്തുള്ള ആളെ ചുമതലപ്പെടുത്തിയാൽ അങ്ങേര് പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. റോയിലിരിക്കുന്ന ആരുടെയും കാര്യം നടക്കില്ല. ഡീസെൻട്രലൈസേഷൻ വിതിൻ ദി ഡീസെൻട്രലൈസേഷൻ. അധികാര വികേന്ദ്രീകരണത്തിനകത്ത് അധികാര വികേന്ദ്രീകരണം. എല്ലാം കൂടി ഒത്തു വന്നാലേ നിങ്ങൾക്ക് 10 രൂപ അടിക്കാൻ പറ്റുള്ളൂ എന്ന് വന്നാലേ ഈ 10 രൂപ അടിക്കുന്നതിനുള്ള സാധ്യത കുറയാൻ പറ്റുള്ളൂ. ഇതാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത്. 3 അടുക്കും കല്ല് പോലെ 3 സംവിധാനങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. 3 കൂടി വിചാരിച്ചാലേ അനീതി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പക്ഷേ ഇതിൽ ജുഡീഷ്യറിയെ കംപ്ലീറ്റ് ആയിട്ട് കൈവിട്ടു. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ തെരുവിൽ പോവുള്ളൂ. ഞാൻ ജനത എന്നുള്ള നിലയ്ക്ക് നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ പറയുന്നത് ലെജിസ്ലേറ്റീവ് പ്രോസസ്സിന് എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നോ അതോ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യം ജുഡീഷ്യൽ റിവ്യൂവിന് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ, മേരി റോയ്വാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ മതനിയമങ്ങളും ഭരണഘടനയ്ക്കനുസരിച്ച് പൊളിച്ചെഴുതപ്പെടുമായിരുന്നു. ഇതിലെ തമാശ, മേരി റോയ് കേസ് വന്നു, മേരി റോയ് ജയിച്ചു.
നിങ്ങൾ ആരെങ്കിലും മേരി റോയിയുടെ മകളെ കാണുമ്പോൾ നിങ്ങളാണോ കൂടുതൽ കാണുക എന്നെക്കാൾ? അമ്മയ്ക്ക് സ്വത്ത് കിട്ടിയോന്ന് ചോദിക്കണം, കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതികൾക്ക് അല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതി വെക്കപ്പെടുന്ന വിധിന്യായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യത്നിച്ച ഒരു ലിറ്റിഗന്റിനും അതിന്റെ ഫ്രൂട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ വിധിന്യായത്തിന്. കാരണം നടപ്പാക്കണമെങ്കിൽ പിന്നെയും കാലങ്ങൾ നടക്കണം. എങ്ങോട്ടാ വരേണ്ടത്? അവൾ കോടതിയിൽ പോയിട്ട് ഓർഡർ കൊണ്ട് വന്നിരിക്കുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കൊടുക്കാം എന്ന് പറയുന്ന വീട്ടിലേക്ക് വേണം വന്നു കയറാൻ. ഈ പാട്രിയാർക്കൽ വീടുകളിൽ നിന്ന് ആളുകൾ ഈ നിയമത്തെ ചോദ്യം ചെയ്ത് കോടതികളിൽ പോകുമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്ത് നടക്കില്ല. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. നമുക്ക് 4 തരം അവകാശങ്ങളുണ്ട്. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മൗലികാവകാശമാണ് അതിൽ ഏറ്റവും പ്രധാനം. ഭരണഘടന അതിന്റെ 3-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ഈക്വാളിറ്റിയും ആർട്ടിക്കിൾ 19 പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യവും, ഒരു ദിവസം മുഴുവൻ പറയാനുള്ള സംഗതിയാണ് വിശ്വാസത്തെ പറ്റിയുള്ള സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 25 and 26. ഇതെല്ലാം മൗലികാവകാശത്തിൽപ്പെടും. ഈ മൗലികാവകാശം എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഒരു സർക്കാരിനും എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിയമം പാസാക്കാൻ പറ്റാത്ത അവകാശങ്ങളാണ്. ഒരു പാർലമെന്റിനും ഒരു നിയമനിർമ്മാണ സഭയ്ക്കും എന്റെ മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ട് നിയമം പാസാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 140 കോടിയിൽ 139 കോടി 99,99,999 പേര് ഒരു സൈഡിലാണെന്ന് വെച്ചു. ഞാൻ മറുവശത്ത് എന്റെ സ്വത്ത് ഒരു നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാതെ ടേക്ക് ഓവർ ചെയ്യണമെന്ന് പാർലമെന്റ് നിയമം പാസ്സാക്കുകയാണ്. നിയമനിർമ്മാണ സഭ അതിനോട് യോജിക്കുകയും ചെയ്യുന്നു വെച്ചു, ഇന്ത്യയിലുള്ള എല്ലാ നിയമനിർമ്മാണ സഭയും. പക്ഷെ എനിക്ക് കോടതി പോയാൽ അത് റദ്ദാക്കി കിട്ടും. കാരണം എന്റെ മൗലികാവകാശത്തെ ലംഘിക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഗുണം. ഇത് മൗലികാവകാശത്തിന് മാത്രം കിട്ടുന്ന പ്രൊട്ടക്ഷനാണ്. അതിന്റെ തൊട്ട് താഴെ സ്റ്റാറ്റ്യൂട്ടറി അവകാശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നിയമം മൂലം നമുക്ക് കിട്ടുന്ന അവകാശം. ഭരണഘടനയുടെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ് വിവരം കിട്ടാനുള്ള അവകാശം. പക്ഷെ കിട്ടുകയില്ല. അതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് വേണ്ടി വന്നു. ഭരണഘടനയിൽ അന്തർലീനമായതും എടുത്തു പറയാത്തതുമായ അവകാശങ്ങളെ, പൗരന്റെ അവകാശങ്ങളെ നിയമം മൂലം പാർലമെന്റ് റെക്കഗ്നൈസ് ചെയ്യുകയും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ സർക്കാരിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രോസസ് എന്ന് പറയുന്നത്. എന്തിനാണ് പാർലമെന്റും നിയമനിർമ്മാണ സഭകളും ഓരോ ദിവസവും നിയമം ഉണ്ടാക്കുന്നത്? ഭരണഘടനയിൽ അന്തർലീനമായ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ആ അവകാശങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനും ആ അവകാശങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇന്ന അധികാരികൾക്കുണ്ട്, അവരത് ചെയ്യണമെന്ന് പറയാനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ നിയമനിർമ്മാണം എന്ന് പറയുന്നത്. ദുരന്ത നിവാരണ നിയമം എന്തിനാണ് ഉണ്ടാക്കിയത്? ദുരന്തം വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിലും സർക്കാരിന്റെയാണ്. ഭരണഘടനയിലുണ്ടോ ഇല്ലയോ? റൈറ്റ് ടു ലൈഫ് വയനാട്ടിലുള്ളവർക്കുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ പാർലമെന്റ് ദുരന്ത നിവാരണ നിയമം വന്നപ്പോൾ അതിൽ എഴുതി വെച്ചു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇന്ന അധികാരികളും എല്ലാവരും കളക്ടർ ഉൾപ്പെടെ എല്ലാവരും ഇന്ന കാര്യം ചെയ്യണം. മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലം പോയി അളന്ന് നോക്കി അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ട് വരുന്നത് വരെ ഭരണഘടനയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാറ്റ്യൂട്ട് വരുമ്പോൾ മണ്ണിടിച്ചിലില്ലാത്ത, വെള്ളപ്പൊക്കമില്ലാത്ത സ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശത്തിനപ്പുറം ഒരു സ്റ്റാറ്റ്യൂട്ടറി അവകാശമായി മാറുന്നു. ആ സ്റ്റാറ്റ്യൂട്ടറി അവകാശം നമുക്ക് നടപ്പാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് പോയി കളക്ടർ ഓഫീസിൽ പോയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഭരണഘടനയിലുള്ളത് വായിച്ചു കൊടുക്കാനൊന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. പക്ഷെ ആ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചു കൊടുക്കാം. കറസ്പോണ്ടിങ് ആയ ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന സ്റ്റേറ്റിന് വന്നു. സ്റ്റേറ്റ് നടപ്പാക്കിയില്ലെങ്കിൽ അതിന് താഴെ ശിക്ഷ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ നിയമവും ഭരണഘടനയിൽ അന്തർലീനമായ മൗലിക അവകാശങ്ങളെയോ നിയമപരമായ അവകാശങ്ങളെയോ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ഡ്യൂട്ടി സ്റ്റേറ്റിന് നിക്ഷേപിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇതിനകത്ത് അന്തർലീനമായതും പാർലമെന്റ് നിയമം നിർമ്മിക്കില്ല എന്ന് വാശി പിടിക്കുന്നതുമായ നിയമങ്ങൾ നമുക്ക് എങ്ങനെ അവകാശങ്ങളായി കിട്ടും? അത് കിട്ടില്ല. പാർലമെന്റ് നാളെ മുതൽ ഈ നിയമങ്ങളൊന്നും ഉണ്ടാക്കണ്ട തീരുമാനിച്ചാൽ ഒരു പൗരന് എന്താണ് പ്രതിവിധി? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അതെങ്ങനെയാണ് പരിഹരിക്കുക? മൂന്നാമത്തേത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, മൗലികാവകാശമല്ലാത്ത കാര്യം. റൈറ്റ് ടു പ്രോപ്പർട്ടി,
ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 300A പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഭൂമി എടുക്കണമെങ്കിൽ സർക്കാരിന് നിയമങ്ങൾ മൂലം നഷ്ടപരിഹാരം കൊടുത്ത് ഇന്ന രീതിയിൽ മാത്രമേ ടേക്ക് ഓവർ എൻ്റെ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വെറുതെ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അവകാശമാണ് അത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളുടെയും എൻ്റെയും ഭൂമി നമ്മൾ രണ്ടുപേരും ഹോൾഡ് ചെയ്യുമ്പോൾ എൻ്റെത് മാത്രമോ നിങ്ങളുടേത് മാത്രമോ സർക്കാർ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുല്യതയില്ലായ്മ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതൊരു മൗലികാവകാശമാണോ? അല്ല. അതിനെതിരെ നിയമം ഉണ്ടാക്കാമോ? ഉണ്ടാക്കാം. കാരണം അത് മൗലികാവകാശത്തിൽപ്പെടില്ല. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ഭരണഘടന റെക്കഗ്നൈസ് ചെയ്യുന്ന പലതരം അവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ്, എന്നാൽ മൗലികാവകാശമല്ല. 4 സിവിൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ടാക്സ് അടയ്ക്കുന്ന സ്ഥലം നിങ്ങൾ വന്ന് കയ്യേറും, ഞാൻ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലീസ് കേസെടുക്കുമോ? ഇല്ല. സിവിൽ തർക്കങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നാണ് പോലീസ് ആക്ട് പറയുന്നത്. എന്ത് ചെയ്യും? സിവിൽ കോടതിയിൽ പോയി ഇൻജങ്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യും, നിങ്ങൾ എൻ്റെ പറമ്പിൽ കയറാതിരിക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാൻ. അല്ലേ? ഞാൻ നിങ്ങൾക്കെതിരെ നട്ടാൽ കുറുക്കാത്തൊരു നുണ ഇവിടെ എന്ന് പറഞ്ഞാലോ? ഇത്രയും ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ മാനനഷ്ടം ഉണ്ടാക്കിയാലോ? ഇത് തന്നെ വഴി. നിങ്ങൾ സിവിൽ കോടതിയിൽ പോയി ഈ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ സാക്ഷിയാക്കി വെച്ച് സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നടത്തി തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ ഡാമേജിന് പകരം കാശ് കിട്ടും. നിങ്ങളുടെ സിവിൽ റൈറ്റ്, ഒരു ഫെയിം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള നിങ്ങളുടെ സിവിൽ റൈറ്റിനെ ഞാൻ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സിവിൽ റൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കോടതി പോകേണ്ടി വരുന്നത്. ഇതൊരു സാധാരണ അവകാശമാണ്, സിവിൽ അവകാശമാണ്. ഈ സിവിൽ അവകാശത്തിന് ഭരണഘടന ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ കണക്കാക്കുന്ന സിവിൽ അവകാശങ്ങൾ പലതും വാസ്തവത്തിൽ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഇതൊരു ഭരണഘടനാ അവകാശമായി റെക്കഗ്നൈസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും സർക്കാർ അതിന് നിയമം ഉണ്ടാക്കേണ്ടി വരും. എൻ്റെ ടാക്സ് അടയ്ക്കുന്ന പറമ്പ് നിങ്ങൾ കയ്യേറാതിരിക്കാനുള്ള എൻ്റെ അവകാശം പ്രൊട്ടക്ട് ചെയ്യാൻ കേരളത്തിലൊരു പ്രൈവറ്റ് ലാൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എൻ്റെ കയ്യിൽ നിന്ന് നികുതി മേടിക്കുന്ന വില്ലേജ് ഓഫീസറിലോ താലൂക്ക് ഓഫീസറിലോ നിക്ഷിപ്തമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു അപേക്ഷ കൊടുത്താൽ അവരെ വന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇത് ഇയാളുടെ സ്ഥലമാണല്ലോ, നിങ്ങളെങ്ങനെ അവിടെ കയറിയത്? എവിടെ നിങ്ങളുടെ അവകാശം? ഇല്ല, ഒഴിഞ്ഞു. ഇല്ലേ? സർക്കാരിന്റെ റൈറ്റോടുകൂടി, സർക്കാരിന്റെ ഒപ്പോടുകൂടി, സീലോടുകൂടി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചൊരു പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൽ വേറൊരാൾ കയറി വരുമ്പോൾ സർക്കാരിനൊരു ബാധ്യതയുമില്ല. എന്താ കേരളത്തിൽ ആരും ഈ 25, 30, 50 കൊല്ലം സിവിൽ കേസ് നടത്തുന്നവർ പോലും ഇങ്ങനെ ഒരു അവകാശം ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയതുപോലെ അല്ലെങ്കിൽ മറ്റു പല നിയമങ്ങളും കിട്ടിയതുപോലെ എനിക്കൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് കിട്ടണമെന്ന് നിയമസഭയിൽ പറയാത്തത്? കേരളത്തിലെ ഒരു ലെജിസ്ലേറ്റീവ് ഇലക്ഷനിലെങ്കിലും സിവിൽ കേസ് നടത്തി മുടിഞ്ഞുപോയ ഒരാളെങ്കിലും, ഒരു MLA-യോടെങ്കിലും ഇങ്ങനെ ഒരു അവകാശം എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് ഉണ്ടാക്കി തരേണ്ടത് നിയമനിർമ്മാണ സഭയുടെ ആവശ്യമാണെന്നും ഇത് എൻ്റെ അവകാശത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അങ്ങനെ റൈറ്റ് ഉണ്ടെന്ന് അവർക്കറിയില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാതെ അടുത്ത 100 കൊല്ലം വേണമെങ്കിലും കേരള നിയമസഭയ്ക്ക് പ്രവർത്തിക്കാം. ആരും കേരള നിയമസഭയോട് എന്താ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാതെന്ന് ചോദിക്കില്ല. കാരണം എന്താ? അത് ആ പ്രോസസ്, ആ അക്കൗണ്ടബിലിറ്റി നമുക്ക് ഇലക്ഷന് മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഇലക്ഷന് നമ്മളെ വോട്ട് ചോദിക്കാൻ വരും, നമ്മളോട് ചോദിക്കാം, CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവരോടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നിയമം ഉണ്ടാക്കുകയോ ഇല്ലയോ? ഞങ്ങൾ സൗകര്യം ഉണ്ടേ ഉണ്ടാക്കും, വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നു. ഇത് മൗലികാവകാശം അല്ലാത്തതുകൊണ്ട് കോടതിയിൽ പോയി നേടിയെടുക്കാനും പറ്റില്ല. അപ്പൊ എപ്പോഴാണ് ഒരു പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്? അയാളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളുടെ ഭാഗമാകുന്നത് എന്തുകൊണ്ട് എന്ന് ആ രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനത്തിനോ കോടതികൾക്കോ ബോധ്യമാക്കി കൊടുക്കുന്നത് വരെ കൊടുത്താൽ മാത്രമേ അത്തരം അവകാശങ്ങൾ നടപ്പാക്കി കിട്ടൂ. അല്ലെങ്കിൽ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദ ലിറ്റിഗന്റ് മാത്രമേ ആ അവകാശങ്ങൾ നടപ്പാക്കൂ. മേരി റോയ് കേസിന് ശേഷമുള്ള ക്രിസ്ത്യൻ വനിതകൾക്കൊക്കെ ഒരു ഗുണമുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. കാരണം എന്താ? പിന്നെ കോടതി പോകണം. ഇനി ഇതും കൊണ്ട് നേരെ കളക്ടർ എടുത്തോ അടുത്ത രജിസ്ട്രേഷൻ അതോറിറ്റി എടുത്തോ ചെന്നാൽ മതി. DK ബസു കേസിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്ന എനിക്കോ നിങ്ങൾക്കോ സുപ്രീം കോടതി പോകണ്ട. അതിന്റെ കോപ്പി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം എന്നെ തൊട്ടാൽ, വനിതാ പോലീസ് ഇല്ലാതെ തൊട്ടാൽ അതിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കുന്നു പറയും. കാരണം എന്താ? അത് റൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കിട്ടും. ഈ റൈറ്റ് റെക്കഗ്നൈസ് ചെയ്ത് കിട്ടുന്നത് വരെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8 പശു പുല്ല് തിന്നില്ല. ആ പുല്ല് തീറ്റണമെങ്കിൽ നമുക്ക് ഈ പുല്ല് ഇത് പുല്ലാണെന്നും ഇത് തിന്നാനുള്ള സാധനമാണെന്നും ബോധ്യപ്പെടുകയും നമ്മൾക്കുണ്ടായ ബോധ്യം ഇതിലേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ആ പ്രോസസ്സ് ഇന്ത്യയിൽ 75 വർഷം കഴിഞ്ഞിട്ടും കാര്യമായി നടക്കുന്നില്ല. അത് നടക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഭരണഘടന ലംഘിച്ചാലും ഒരു സർക്കാരിന് ഒരു കുഴപ്പവുമില്ലാതെ തുടരാൻ പറ്റുന്നത്.
ഭരണഘടന ലംഘിച്ചാൽ അത് ലംഘിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വകുപ്പ് സെക്രട്ടറിക്കോ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി ഇല്ലെങ്കിൽ അടുത്ത 100 കൊല്ലം വേണ്ട, അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഡോക്യുമെന്റ് ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ സംശയം ജെന്യൂനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള 1 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഈ വിഷയം സംസാരിക്കാം. ആന്റി ഡിഫെക്ഷൻ നിയമത്തിന് ശേഷം 10ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം മുഴുവൻ പാർട്ടികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. MP-മാർക്കോ MLA-മാർക്കോ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവുമില്ല. വിപ്പ് കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറിക്കാണ്, പാർട്ടി പ്രസിഡന്റിനാണ് ഇന്ത്യയിലെ മുഴുവൻ നിയമനിർമ്മാണങ്ങളുടെയും അധികാരം ഇന്ന് കൈവന്നിരിക്കുന്നത്. ഈ പാർട്ടി സെക്രട്ടറിയായിട്ട് ജീവിതത്തിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് നേരിടാനും പോകുന്നില്ല. അങ്ങനെ പാർട്ടികൾ വിപ്പ് കൊടുത്ത് എന്ത് ചർച്ച നിയമനിർമ്മാണ സഭയിൽ നടന്നാലും അതൊക്കെ മറന്നേക്ക്, ഞാൻ പറയുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്ന് ചീഫ് വിപ്പ് പറഞ്ഞാൽ അവർക്ക് മാത്രം വോട്ട് ചെയ്യുകയും ആ നിയമം മാത്രം പാസ്സാക്കുകയും ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത അധികാര പ്രക്രിയയിലേക്ക് 10ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഇന്ത്യ കടന്നിട്ടുണ്ട്. ഇത് പരിഹരിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവാതെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.